എന്റെ ഡ്രസ്സ് വയ്ക്കുന്നത് ഞാൻ വീട്ടിൽ നിന്ന് പോലാണ് കേട്ടോ. സത്യം പറഞ്ഞ ഷഡ് പോലും ഇട്ടിട്ടില്ല. ഞാൻ ഇവിടെ കാക്കനാട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരുടെ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു സഞ്ജു ബ്രോ ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക്, എന്നിട്ട് ഒരു വെള്ളിയാഴ്ച ശനിയാഴ്ച ആകുമ്പോൾ തിരിച്ചു പോകാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല വീട്ടിൽ പോരടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പോകാതെ ഒറ്റ മിനിറ്റ് നേരെ വണ്ടി എടുത്ത് രാത്രി ഇങ്ങോട്ട് വന്ന് ഇവിടെ ഒന്ന് പിന്നെ ഡ്രസ്സെങ്കിലും എടുക്കേണ്ടതായിരുന്നു. ഡ്രസ്സൊന്നും കൈയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ ഡ്രസ്സ് പോലും ഇല്ല. ഒരു കൂതറ ഒരു ചെരുപ്പും കൂടി ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കണ്ട എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തായാലും നോക്കട്ടെ, നല്ലൊരു ട്രേഡ് പിടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പ്രോഫിറ്റ് നിന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് പൊളിക്കാം. അപ്പോൾ ഗൈസ് ആസിയോളിന് നമ്മൾ 75 ഹാർഡ് കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വൺ ഡീമോട്ടിവേഷനാണ് കേട്ടോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന. നിങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല, എല്ലാവരുടെ ഭാഗത്തു നിന്ന്, വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ, കൂട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ, കസിൻസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ, ഗേൾഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ, എല്ലാവരുടെ ഭാഗത്തു നിന്ന് നിന്നെ കൊണ്ട് പറ്റത്തില്ല മോനെ, മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ദിവസം അത് നടക്കത്തില്ലെന്നാണ് പറയണം. പക്ഷേ ഈ ഒരു ഡീമോട്ടിവേഷൻ ഞാൻ മോട്ടിവേഷനായിട്ട് എടുത്ത് തകർക്കാൻ പോയി. ഈ പ്രാവശ്യം ചപ്പാത്തിയും ചെയ്തിട്ട് കാര്യമുള്ള പട്ടികളാണ്. ഓപ്പോസിറ്റ് കാണുന്നതെന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റലാണ് കേട്ടോ. നിനക്കൊരു കണ്ടന്റ് തരട്ടെ. ഒരു ദിവസം ഒളിച്ച് ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കാൻ പറ്റും. ഒളിച്ച് കഴിഞ്ഞ് പിടിച്ചു കഴിയുമ്പോൾ എന്നെ ഇറക്കാൻ വേണ്ടി വേണം തൃക്കാക്കര സ്റ്റേഷനിൽ. പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം നിയാസിനെ ഹണി ട്രാപ്പിൽ വീഴ്ത്താൻ നോക്കിയാരും. അത് ഞാൻ പറയുന്നില്ല കേട്ടോ എന്താന്ന് വെച്ചാൽ ശരിക്കും ഹണി ട്രാപ്പിൽ വീഴ്ത്താൻ നോക്കി. ഞാൻ പറയുന്നില്ല, അതെന്റെ പ്രൈവസിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാലും ഹണി ട്രാപ്പ് നമ്മൾ ഒട്ടിച്ച് വലിച്ചു കൊടുത്തില്ല, നടന്നില്ല ഹണി ട്രാപ്പ് അല്ലേ, വെറുതെ വന്ന് ചൊറിയാൻ വേണ്ടി വന്ന് കയറി. അത് തന്നെ. അപ്പത്തന്നെ ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവരെ പിന്നെ ഭരിക്കണ്ടില്ല. ഇത് അടിപൊളിയായിരുന്നു കേട്ടാ. പക്ഷെ എനിക്ക് സ്റ്റോറി പറയണമെന്നുണ്ട്, പക്ഷെ ഐ കാൺട്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ ഡ്രസ്സ് വാങ്ങാനുള്ള പൈസ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് $105 ഞാനിപ്പോൾ കുറച്ച് നേരം കൊണ്ട് നോക്കിയിട്ട് ഏകദേശം ഒരു 9800 രൂപ സംതിങ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സും നല്ലൊരു ഷൂവും എല്ലാം വാങ്ങി സെറ്റാക്കാം. ഗൈസ് നിങ്ങളോട് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്കില്ല് എപ്പോഴും നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഞാനിപ്പോൾ ട്രേഡിങ് പഠിച്ചതിൻ്റെ അഹങ്കാരത്തിൽ പറയുമല്ല, പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ സാധനം പഠിച്ചുകൊണ്ട് സത്യം പറയാമല്ലോ, എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എനിക്കിപ്പോൾ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോൾ കട്ടപ്പെട്ടല്ല മൂഞ്ചി എല്ലാ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോയി, എന്നിട്ട് അവസാനം എൻ്റെ ഒരു 10,000 രൂപ മാത്രമേ എൻ്റെ കയ്യിലുള്ളെന്ന് ഓർത്തോ. അവിടുന്ന് എനിക്ക് പൊങ്ങി വരാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ട്രേഡിങ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എല്ലാവരും പറ്റുവാണെങ്കിൽ പഠിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്കില്ല്. എല്ലാവർക്കും ഓരോ പൊട്ടൻഷ്യൽ, അത് വെച്ചിട്ട് പഠിക്കാനേ ഞാൻ പറയുന്നുണ്ട്. അടിപൊളിയാണ്. Pero que tú dices